ആദ്യമായി പാലസ്തീൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. ശരീരശാസ്ത്രം എന്ന മലയാള നോവലിൻ്റെ കർത്താവ്? ബെന്യാമിൻ. യൂബർ ഇന്ത്യയുടെ ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ? വിരാട് കോഹ്ലി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്? അയ്യങ്കാളി. ലോക സാമൂഹിക നീതി ദിനം? ഫെബ്രുവരി 20. സമഗ്ര സംഭാവനകൾക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളം? കണ്ണൂർ. ഇന്ത്യയിൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ വനിതാ മന്ത്രി? നിർമ്മല സീതാരാമൻ. നിയമപരമായി നീതികരമില്ലാതെ തടങ്കലിൽ വെച്ച ഒരാളെ മോചിപ്പിക്കുന്നതിനുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ്? സ്ത്രീ ശാക്തീകരണത്തിനും പെൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി? രക്ഷ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ സമരം? പുന്നപ്ര വയലാർ സമരം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ താഴെയായി ആലേഖനം ചെയ്തിട്ടുള്ള സത്യമേവ ജയതേ എന്ന വാക്കുകൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? മുണ്ടകോപനിഷത്ത്. സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി 2017-18 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൻ്റെ പുറം കവറിന് നൽകിയ നിറം? പിങ്ക്. സദാ പ്ലസ് ഏവ ചേർത്തെഴുതുന്നത്? സദൈവ. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം? രണ്ട് കക്ഷിയിലും ചേരുന്നവൻ. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേര്? രോദിനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? കരൾ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ പല്ലുകളുടെ ആകെ എണ്ണം? 32. ഹൃദയമിടിപ്പ് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? സ്റ്റെതസ്കോപ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഇരുമ്പ്.